നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രദർശനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2025 പുണർത നാളിൻ്റെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് വിവരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. മിഥുനം, കർക്കിടകം കൂറുകളിലായാണ് പുണർത നക്ഷത്രം കാണപ്പെടുന്നത്. ദേവഗണത്തിൽപ്പെട്ട പുണർത നാളിൻ്റെ നക്ഷത്രാധിപൻ വ്യാഴം അഥവാ ഗുരുവാണ്. അതുകൊണ്ട് തന്നെ ഈ നാളുകാർ നല്ല ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യമായ പെരുമാറ്റമുള്ളവരും നല്ല ഈശ്വരവിശ്വാസികളും ആദർശ ശുദ്ധിയുള്ളവരുമായിരിക്കും. ഏതൊരു കാര്യത്തിലും നല്ലവണ്ണം ആലോചിച്ച് പ്രവർത്തിക്കുന്ന പുണർത നാളുകാർ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നവരല്ല. ചെറുപ്പത്തിൽ വളരെ ക്ലേശങ്ങൾ അനുഭവിക്കുമെങ്കിലും ഭാവിയിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നവരാണ് ഈ നാളുകാർ. 2025 വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളുടെയും കൂടാതെ രാഹുകേതുക്കളുടെയും രാശിമാറ്റം പുണർത നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത്. സ്ത്രീകൾ മുഖാന്തരം ഇവർക്ക് നേട്ടങ്ങളുണ്ടാകുന്നതാണ്. ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കുന്നതിന് സാധിക്കും. ദീർഘദൂര യാത്രകൾ പലപ്പോഴും സാമ്പത്തികമായ നഷ്ടങ്ങൾ വരുത്തിവെക്കും. കമ്മീഷൻ, ഏജൻസി ഇടപാടുകളിലൂടെ ലാഭമുണ്ടാകും. പലവിധ കാരണങ്ങളാലും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത വർദ്ധിക്കുമെന്നതിനാൽ പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും മറ്റും ഉദ്ദേശിക്കുന്ന വിജയം കണ്ടെത്താൻ സാധിക്കാതെ വരും. കോടതി കേസുകളിലും മറ്റും തീരുമാനമുണ്ടാകാതെ നീട്ടിവെക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അശ്രദ്ധയും ഉദാസീന മനോഭാവവും കർമ്മമേഖലയിൽ പല വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും വരുത്തിവെക്കുന്നതാണ്. ഭൂമിയുടെ ക്രയവിക്രയങ്ങളിലും ഇടപാടുകളിലും മറ്റും അശ്രദ്ധ മൂലം നഷ്ടങ്ങൾ വന്നു ചേരും. കുടുംബസ്വത്ത് ഭാഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് വഴക്കുകൾക്ക് സാധ്യത കാണുന്നു. വിലപിടിപ്പുള്ള രേഖകളും വസ്തുവിൻ്റെ ആധാരവും മറ്റും നഷ്ടപ്പെടാനിടയുണ്ട്. ബാങ്കിങ്, ഫൈനാൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. ഇഷ്ടപ്പെട്ട കോഴ്സുകളിൽ ഉപരിപഠനത്തിന് സാധ്യത കാണുന്നു. ബന്ധുജനങ്ങളുടെ സഹായം പല കാര്യങ്ങളിലും ലഭ്യമാകും. ചെലവുകൾ അധികരിച്ചു വരികയും പലപ്പോഴും ദീർഘദൂര യാത്രകൾ ആവശ്യമായി വരുന്നതുമാണ്. മിഥുനക്കൂറുകാരായ പുണർത നാളുകാർക്ക് കണ്ടകശനിയുടെ ഫലമായി തൊഴിൽ രംഗത്ത് മാറ്റങ്ങളുണ്ടാകുന്നതാണ്. നിലവിലെ ജോലി നഷ്ടപ്പെടുവാനോ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനോ സാധ്യതയുണ്ട്. ആരോഗ്യം തൃപ്തികരമായി തുടരുന്നതാണ്. ആലോചിച്ചുറപ്പിച്ച വിവാഹങ്ങൾ മാറ്റിവെക്കേണ്ടതായി വരും. മാതാവിൻ്റെ ചികിത്സാ സംബന്ധിയായി ആശുപത്രിവാസം വേണ്ടിവരും. അതുപോലെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഏറിവരും. മനസ്സംഘർഷം വർദ്ധിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മനോവിഷമം ഉണ്ടാകുകയും ചെയ്യും. പല രംഗത്തും ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കുന്നതാണ്. മാനഹാനിയും അപമാന ഭീതിയും ഉണ്ടാകും. ഗുരുസ്ഥാനത്തുള്ളവർക്ക് അപ്രിയകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് മൂലം അവരുടെ അനിഷ്ടം സമ്പാദിക്കേണ്ടതായി വന്നേക്കാം. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പൊതുപ്രവർത്തകരും വിമർശന വിധേയരാകുന്ന സാഹചര്യമുണ്ടാകും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടുമെന്നതിനാൽ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും സമയത്ത് പണം കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടേണ്ടി വരും. ഗൃഹനിർമ്മാണത്തിലും മറ്റും
തടസ്സങ്ങൾ നേരിട്ടേക്കാം. തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ അപവാദങ്ങളും അപമാനങ്ങളും കേൾക്കാനിടയുണ്ട്. മെയ് മാസത്തിന് ശേഷം വ്യാഴം ജന്മക്കൂറിലേക്ക് വരുന്നത് മിഥുന രാശിക്കാരായ പുണർനാളുകാർക്ക് ഗുണകരമല്ല. ബന്ധുക്കളുടെയും ഉറ്റ സുഹൃത്തുക്കളുടെയും സഹായത്താൽ പലപ്പോഴും സാമ്പത്തിക പരാധീനതകളെ മറികടക്കുന്നതിന് സാധിക്കും. വിദേശ ജോലിക്ക് സാഹചര്യമുണ്ടാകുന്നതാണ്. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വിദഗ്ധ ചികിത്സ ആവശ്യമായി വരും. കൃഷിയിൽ നിന്നും നിക്ഷേപങ്ങളിൽ നിന്നുമുള്ള ആദായം വർദ്ധിക്കുന്നതാണ്. കർക്കിടകക്കൂറുകാരായ പുണർനാളുകാർക്ക് വ്യാഴം 12ാം ഭാവത്തിലേക്ക് വരുന്നത് ദൈവാധീന കുറവിന് കാരണമാവും. വർഷാവസാനത്തോടെ കുടുംബാംഗങ്ങളുടെ ചികിത്സയ്ക്കും മറ്റും അധികമായി പണം ചിലവാക്കേണ്ടി വരും. വാഹന ഇടപാടുകളിലും മറ്റ് നേട്ടങ്ങളുണ്ടാകും. പൊതുപ്രവർത്തനങ്ങളിൽ കൂടുതലായി ഏർപ്പെടുന്നതാണ്. ഈ നാളുകാർ ബുധൻ്റെയും ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും ദശാകാലങ്ങളിൽ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. പുണർന്ന നാളിലും പൂരുരുട്ടാതി വിശാഖ നാളുകളിലും ക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമജപം നടത്തുന്നതും നല്ലതാണ്. പുണർന്നം മിഥുനക്കൂറുകാർ ബുധപ്രീതികരമായ കർമ്മങ്ങളും ശ്രീകൃഷ്ണ ദർശനവും, കർക്കിടകക്കൂറുകാർ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങളും ദേവീക്ഷേത്ര ദർശനം നടത്തുക. മിഥുന രാശിക്കാർ സാമ്പത്തിക അഭിവൃദ്ധിക്കായി ദുർഗാദേവിയെ ഭജിക്കുകയും പൗർണമി തോറും ദുർഗാപൂജ നടത്തുകയും ചെയ്യേണ്ടതാണ്. കർക്കിടകക്കൂറുകാർ ശനി മാരകമായതിനാൽ ശനിദശാകാലം വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ശനിദശയിലെ ശുക്രാപഹാരത്തിനും ശുക്രദശയിലെ ശനിയുടെ അപഹാരത്തിനും മഹാമൃത്യുഞ്ജയ ഹോമം, ജപം മുതലായവ ജന്മനക്ഷത്രം തോറും നടത്തേണ്ടതാണ്. അടുത്ത നാളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.